സത്യം പറഞ്ഞ ഫാറൂഖ് സാറ് നേരത്തെ പരിചയമാണ്. സാറ് ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ പറയും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, വിനോദമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത്. അവന് പിന്നെ മലപ്പുറം ജില്ലയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് എവിടെ കടയിൽ പോയിട്ട് എന്ത് ചെയ്തില്ല, അവർ ഓർഡർ എടുക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഓർഡറാണ്, എല്ലാവർക്കും ഫുഡ് കഴിക്കണം. ഞങ്ങൾ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഓരോ അങ്ങാടി കൊണ്ടേ നിർത്തും, ഓരോരുത്തരും ഓരോ കടയിൽ പോയിട്ട് ഈ വെള്ളം ഉണ്ടോ ചോദിക്കണം. ഞങ്ങൾ ചോദിച്ചു സത്യം പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞപ്പോൾ അവരാ ബിസിനസ് നിർത്തി. ആളിപ്പോൾ സൗദിയിലാണുള്ളത്. 5 വർഷം കഴിഞ്ഞപ്പോൾ ആളിവിടെ നാട്ടിൽ വരുന്ന സമയത്താണ് ഫോൺ ആക്റ്റീവ് ആക്കാറുള്ളത്. ഇപ്പോഴും ഫോൺ ആക്റ്റീവ് ആക്കിയാൽ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തു വിടുന്ന ഒരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നതാണ് നമ്മളെ അവസരങ്ങൾ. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ നേരത്തെ സാർ ഇങ്ങനെ പറയുന്ന സമയത്ത് ചോദിച്ചു, ടീച്ചേഴ്സ് കൗൺസിലിങ് കാര്യങ്ങൾ കുട്ടികളായിട്ട് ഇടപഴകുക എന്നുള്ളത്. അപ്പോൾ പല സമയങ്ങളിലും കുട്ടികളോട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് എമോഷണലായിട്ട് കുട്ടികൾ ഇങ്ങോട്ട് സംസാരിക്കും, നമ്മൾ അങ്ങോട്ട് സംസാരിക്കും. നമ്മളത് കൗൺസിലിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല, ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് അങ്ങനെ സംസാരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ സെൻറ്റ് ജോഫിൽ വന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് കുട്ടികൾ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ അത് ഇട്ടു. 2 ലാഖിൻ്റെ പുറത്ത് അതിന് റീച്ചൊക്കെ വന്നു. ഞാനും അത്ഭുതപ്പെട്ടു. 2 ലാഖിൻ്റെ പുറത്ത് വ്യൂസ് വന്നു. കുട്ടികൾ എവിടെ ക്ലാസ്സിൽ പോകുമ്പോൾ അതൊക്കെ ചോദിക്കും, നിങ്ങൾ അതിലുണ്ടായിരുന്ന സാറാണെന്നൊക്കെ ചോദിക്കും. ഞാൻ തന്നെ അപ്പോഴാണ് ഈ സംഭവം. അതിന് ശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റ പോലും ഒന്ന് ആക്റ്റീവ് ആക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനത്തെ ഓരോ കഴിവുകളുണ്ട്. ഓരോരുത്തരും പറയുമ്പോഴും ഞാനിവിടെ വരുന്നത് രാവിലെ വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് അടുത്ത ക്ലാസ്സിലേക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ സാധാരണ കുട്ടികളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ നിന്നിട്ട് സംസാരിക്കണം. നേരത്തെ ശുക്കൂർ സാറിൻ്റെ കയറി നിന്ന് സംസാരിച്ച് സാറിൻ്റെ അവിടെയുള്ള ആ ഒരു നെയിമിൻ്റെ ആ ഒരു കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, സാറൊന്നും നല്ല രീതിയിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ തോന്നി ഒരു ടൈം കിട്ടുമ്പോൾ സാറിന് സംസാരിക്കാൻ പറ്റണമെന്നുള്ളത്. അപ്പോൾ ഞാൻ 14 വർഷം കൊണ്ട് 2010 ബി.എഡ് കഴിഞ്ഞ് 14 വർഷം കൊണ്ട് ഞാൻ എന്തായി എന്ന് വെച്ച് ഞാൻ കുറേ കുട്ടികളുടെ അധ്യാപകനായി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സാറിന് ചോദിച്ച 1 വർഷം കൊണ്ട് എവിടെത്തും, 2 വർഷം കൊണ്ട് എവിടെത്തും, 5 വർഷം കൊണ്ട് എവിടെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നുണ പറയണമെങ്കിൽ പറയാം, ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ മുന്നിൽ ഒന്നില്ല എന്താകുന്നത്. പക്ഷെ ഇത് ഉറപ്പാണ്. ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്നത് ഇതിൽ നിന്നുള്ള ഇത്ര ആളുകളുണ്ടെങ്കിൽ ഈ ആളുകളൊക്കെ എവിടെയോ എത്തിപ്പെടാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അടുത്ത ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു തോന്നലായിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്ക് അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റുകയാണ്. ഞാനൊരു അടുത്ത ക്ലാസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാനും സംസാരിക്കും എന്നുള്ളത്. അപ്പം ഇതിനിടയ്ക്ക് ഇങ്ങനെ USS LSS പോലുള്ള ക്ലാസ്സുകൾക്ക് പോകാറുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് പോകാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എന്നോടൊരു ട്രെയിനറാണോ ചോദിച്ചാൽ ഞാൻ പറയാം എന്നാൽ വളരെ ഉഷാറായിട്ട് ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാകണം. കാരണം അതുകൊണ്ടാണല്ലോ ഈ 2 ലാഖ് വ്യൂയിലേക്ക് വന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതേപോലത്തെ കഴിവുകൾ പല ആളുകൾക്കും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാണ്, 2 കൊല്ലം കഴിഞ്ഞാൽ കുറേ മുന്നിലേക്കും 5 കൊല്ലം കഴിഞ്ഞാൽ കുറേ മുന്നിലേക്കും നമ്മളെ കൊണ്ട് എത്താൻ പറ്റും. വശങ്ങൾ എത്തിച്ചേരും.